ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ മസ്കറ്റിൽ 35 to 40 വരെ ടെമ്പറേച്ചറാണ്. ഞങ്ങൾ ഉച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒയാസിസ് മോൾ, അൽഖ്വയർ ഒയാസിസ് മോളിൽ വന്നതാണേ. 1-2 ഐറ്റംസ് നോക്കണം. ഇവിടെ മാക്സിലും സെൻട്രൽ പോയിൻറ്റിലൊക്കെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യമല്ല, പർച്ചേസസ് അത്യാവശ്യമല്ല. എന്നാലും എന്തെങ്കിലും നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. റേറ്റ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് വന്നിയാൽ മാക്സിലാണ് ആദ്യം പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ മെയിനായിട്ട് ബാഗ്, ഷൂസ്, നമ്മുടെ ഓപ്പൺ ഷൂസ് ഉണ്ടല്ലോ, ലാരിസ്, അത്, ദെൻ വാച്ചസ്, ലേഡീസ് വാച്ച്, ഇതൊക്കെ നോക്കണം എന്ന് ഉദ്ദേശത്തിലാണ് വന്നേ. എന്തെങ്കിലും വളരെ നല്ലതായിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുക്കുക. അപ്പോൾ മാക്സിൽ വാച്ചസിൻ്റെ കളക്ഷൻ അങ്ങനെ കാണാറില്ല, എന്നാലും ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു. നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് മെൻസ്, അവിടെ എല്ലാം അതിൻ്റെ ഓഫർ സെയിലിൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നന്ദയും കൂടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ മറ്റേ നമ്മുടെ ഫ്രണ്ട് ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെയാണ്. ബാഗും വാച്ചിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ഇങ്ങനെ നോക്കി പോവുകയാണ്. അതിനിടയ്ക്കുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് ജെൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് തന്നെ നമ്മുടെ ഏരിയയിലേക്ക് വന്നു. അവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. നോക്കൂ, നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഹൗസ് ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഐറ്റംസ്, 1-2 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നല്ല ഓഫറിലായിരുന്നു അവിടെ ഇരുന്നത്. നെക്സ്റ്റ് ബാഗിൻ്റെ സെക്ഷനിൽ വന്നു. ബട്ട് ബാഗിൻ്റെ കളക്ഷനൊന്നും നോർമലി ഉള്ള പോലെ അത്രയും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഉള്ള ബാഗ്സിനാണെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റും അല്ല. നോക്കൂ, അതിൽ ഒത്തിരി തിളക്കമൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ഒരു ആവശ്യം ഒരു മീഡിയം സൈസിലെ ബാഗാണ്. ഇവിടെ കൂടുതലും കിടന്നത് ചെറിയ പേഴ്സ് ടൈപ്പ് ബാഗ്സാണ് കിടന്നത്. അതിനിടയ്ക്ക് നന്ദ കണ്ടോ, ക്ലിപ്സൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. മാക്സിലെ കാര്യമാണ് കേട്ടോ ഇത്. റേറ്റ്സ് അഫോർഡബിൾ ആയിരുന്നു. 5-6 ഓക്കെ ആയിരുന്നു. ബട്ട് ഞാൻ പ്രൈസിലേക്ക് കൂടുതൽ പോയില്ല. പ്രൈസ് ഒത്തിരി കൂടിയതല്ല, കുറഞ്ഞത് തന്നെയാണ് നോക്കിയത്. ബട്ട് കളക്ഷൻ കുറവായതുകൊണ്ട് അവിടെ നിന്നില്ല. തൻ്റെ കിഡ്സ് സെക്ഷനിൽ വഴി ഞാൻ വെളിയിലേക്ക് പോകാൻ നോക്കുവാണേ. കിഡ്സിൻ്റെ ഡ്രസ്സ് ഒരു രക്ഷയുമില്ല. ഇത് കണ്ടപ്പോൾ ആക്ച്വലി നന്ദയുടെ ഈ സ്റ്റേജ് കഴിഞ്ഞു പോയല്ലോ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. എസ്പെഷ്യലി ഗേൾസിൻ്റെ സെഷൻ, 3-4-5 ഇയേഴ്സിനുള്ള കുട്ടികളുടെ ഡ്രസ്സ്. അതിനിടയ്ക്ക് നന്ദ കണ്ടോ, ഒരു പൊടിക്കൊച്ചിൻ്റെ ഉടുപ്പൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞു നന്ദയ്ക്ക് നേരത്തെ ഡ്രസ്സസൊക്കെ എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വൈറ്റ് ആൻഡ് ബ്ലൂ. അങ്ങനെ നല്ല കുട്ടികളുടെ ബാഗ്, ടോയ്സിൻ്റെ സെഷനിലെത്തിയപ്പോൾ നന്ദയ്ക്ക് സൈഡ് വലിവുണ്ട്. നന്ദ പെൺകുട്ടികളുടെ നന്ദയ്ക്ക് അവിടെ എത്തിയപ്പോൾ സൈഡ് വലിവ്. നന്ദ അതിൽ പിടിക്കുന്നു, ഇതിൽ പിടിക്കുന്നു. അപ്പോൾ എൻ്റെ ഡയലോഗ് ഇത്ര മാത്രമാണ്. അപ്പോൾ ഒന്നും നടപ്പില്ല എന്ന് കണ്ടിട്ട് ആൾ താണ്ടേ അത് കുറച്ച് നേരം അതിൻ്റെ ഹെയറൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മാക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ സെൻട്രൽ പോയിൻറ്റിലേക്ക് പോകാം എന്നുള്ള തീരുമാനം. സെൻട്രൽ പോയിൻറ്റിൽ കുറച്ചുകൂടെ കളക്ഷൻസ് ഉണ്ട് ബാഗ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാക്സിൽ ആദ്യം ഒന്ന് കയറി നോക്കിയത്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നറിയാൻ. ദെൻ ഞങ്ങൾ സെൻട്രൽ പോയിൻറ്റിലേക്ക് പോവാം. അപ്പം ഈ ഉച്ച സമയം ആയതുകൊണ്ട് കണ്ടോ വലിയ തിരക്കൊന്നുമില്ല. നമ്മളൊരു 5 മണി 6 മണി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയല്ല, നല്ല റഷായിരിക്കും. ഫ്രൈഡേ ആണ്, ഉച്ച സമയമായിട്ട് പോലും വലിയ തിരക്കില്ല. അതേസമയം ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഇതല്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മൾ അതിൻ്റെ ഓപ്പൺ സ്പേസിൽ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ കഴിഞ്ഞ വർഷം ഏതോ ഒരു ഇയർ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വർഷവും ഉണ്ടോ എന്തോ, കുറേ ബുക്സിൻ്റെ കളക്ഷൻസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. നമുക്ക് വാങ്ങിക്കാൻ ആദ്യം തന്നെ ഞാൻ ചെന്നത് നമ്മുടെ മലയാളം ബുക്സിൻ്റെ കളക്ഷനിലാണ്. നോക്കൂ, നമ്മുടെ ബഷീറിൻ്റെ നോവൽസ് ഉണ്ട്, ദെൻ കവിതകളുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം. ആടുജീവിതം അവിടെ എവിടെയോ ഞാൻ കണ്ടിരുന്നു.
ദെൻ ഇപ്പുറത്ത് ഈ ഒരു സെക്ഷനിൽ അറബ്സിൻ്റെ ബുക്കാണ് കൂടുതൽ, അറബ് കളക്ഷൻ. ദെൻ പ്ലസ് ഇംഗ്ലീഷ് ഉണ്ട്. കുട്ടികളുടെ കളക്ഷൻസാണ് കൂടുതലുണ്ടായിരുന്നത്. മറ്റേ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്ന സ്ഥലത്ത് മലയാളം ബുക്സ് തന്നെയായിരുന്നു ഫുള്ള്. ദെൻ നോക്കൂ, നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. എനിക്ക് എൻ്റെ നൊസ്റ്റാൾജിയ ഒന്ന് വന്നു അത് കണ്ടപ്പോൾ. കമ്പ്യൂട്ടറിൻ്റെ ഇംഗ്ലീഷ് ബുക്സ്, ദെൻ ഫിനാൻസ് റിലേറ്റഡ് ബുക്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ പഠിക്കുന്ന പിള്ളേർക്കും യൂസ്ഫുള്ളാണ്, റിസർച്ചുകാർക്ക് യൂസ്ഫുള്ളാണ്. നോവൽസ് ഒന്നുമല്ല, കുറേ സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ബുക്സിൻ്റെ ഒരു കളക്ഷൻസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബുക്സ് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റ് നല്ല യൂസ്ഫുള്ളായിരിക്കും. ചേതൻ ഭഗത്തിൻ്റെ നോവൽസ്, ചേതൻ ഭഗത്തിൻ്റെ നോവൽസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ദെൻ നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഒരു റൈറ്റിങ്, വൺ ഇന്ത്യൻ ഗേൾ, ചേതൻ ഭഗത്തിൻ്റെ ഒരുപാട് ബുക്സ് ഞാൻ അവിടെ കണ്ടായിരുന്നു കേട്ടോ. ഇത് ഏതാണ്ട് അറബ് നോവൽ ഏതൊക്കെയോ കളക്ഷൻസ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ, ആ സൈഡിൽ നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. അപ്പം ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് മാറ്റിയാണ്. സ്റ്റാർട്ടിങ് സെഷനിൽ മലയാളം, ദെൻ ഇപ്പുറത്ത് കിഡ്സിൻ്റെ സെഷനിൽ അറബ് ആൻഡ് ഇംഗ്ലീഷ് കളക്ഷൻ ഉണ്ടായിരുന്നു. ദെൻ ഫിനാൻസ് ആൻഡ് സ്റ്റഡി ബേസ്ഡ് ബുക്സ് ഒരു കളക്ഷൻ. ഇത് നോവൽസിൻ്റെ കളക്ഷൻ. എന്താ പോയി കിഡ്സിൻ്റെ സെക്ഷനിൽ എന്തൊക്കെയോ പോയി നോക്കി. അവൾക്ക് ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്, സ്കൂളിൽ ലൈബ്രറി ഫെസിലിറ്റി ഉള്ള ചെയ്യുന്നുണ്ട്. നമ്മുടെ അബ്ദുൽ കലാം അലാദീൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് സെയിം ബുക്ക് സ്കൂളിൽ നിന്ന്, എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ കൊണ്ടു കൊടുത്തു. അവരുടെ സ്കൂളിലും ഉണ്ടെന്നാണ് എൻ്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെടുക്കണം എന്ന് പറഞ്ഞു, ഞാൻ വേണ്ട പറഞ്ഞു. കാര്യം ബുക്ക് അത് വളരെ ചെറിയൊരു ബുക്കാണ്, 3 റിയാൽസോ 2.5 അങ്ങനെ ഏതാണ്ടാണ്. ബട്ട് ഓൾറെഡി അത് നമുക്ക് അവൈലബിൾ ആണ്. വിങ്സ് ഓഫ് ഫയർ, എൻ്റെ കിഡ്സിൻ്റെ ഏതാണ്ട് വിങ്സ് ഓഫ് ഫയർ ആണെന്ന് തോന്നുന്നു. അല്ല, സുധാമൂർത്തിയുടെ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, അപ്പുറത്തും സ്റ്റഡീസിൻ്റെ ബേസിലുള്ള ആ ബുക്സ് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഉണ്ടായിരുന്നു. ദെൻ അതെല്ലാം കഴിഞ്ഞ് സെൻട്രൽ പോയിൻറ്റിലേക്ക് കയറി. സെൻട്രൽ പോയിൻറ്റിലും ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. ഓഫർ സെയിലുള്ളത് അത് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നോട്ട് എൻ്റെ പ്രൊമോഷൻ എന്ന് ഡിസ്പ്ലേ ചെയ്തു. ഞാൻ നേരെ ബാഗ്സിൻ്റെ സെഷനിലാണ് പോയത്. ഇത് കിഡ്സിൻ്റെ ബാഗ് കളക്ഷൻ. ദെൻ ഇവിടെ നോക്കൂ, എന്താണ് ഈ ഒരു സൈസിലുള്ളൊരു ബാഗാണ് ഞാൻ നോക്കുന്നത്. ഇവിടുത്തെ വലിയ ബാഗ്സ് എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റാണ് അതിന്. പിന്നെ ഷോൾഡർ ബാഗ് സൈഡ് ബാഗ് ഞാൻ പ്രിഫർ ചെയ്യുന്നുമില്ല. നമ്മുടെ വാനിറ്റി ബാഗ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇത് എനിക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം സൈസ് ബാഗ്, ആ ഒരു ഓറഞ്ച് ആ കളർ കണ്ടില്ലേ. ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് എടുത്ത് നോക്കുമ്പോൾ. അതുപോലെ റേറ്റും കൂടുതലാണ്. 28 റിയാൽസ്. ഈവൻ അണ്ടർ ഓഫറിലാണെങ്കിൽ പോലും 28 റിയാൽസ് എനിക്ക് ഒരു ബാഗിൻ്റെ കോസ്റ്റ് കൂടുതലായിട്ട് തോന്നി. മേ ബി ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് അവൈലബിൾ ആയിരിക്കുക, ഞാൻ വാങ്ങിച്ചിരിക്കുന്നൊരു ഹിസ്റ്ററി അനുസരിച്ചിട്ട്. ബട്ട് 28 റിയാൽസ്, എൻ്റെ ഒരു ബഡ്ജറ്റ് 20 റിയാൽസ് ബിലോ, അല്ലെങ്കിൽ 10 to 15 റിയാൽസ് എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് നോക്കിയതാണ്. അതെ, ഇത് വലിയ വെയിറ്റ് ഇല്ല. ആ ബാഗിന് വലിയ വെയിറ്റ്, ആ ബ്ലൂ കളർ ബാഗിന് വലിയ വെയിറ്റ് ഇല്ല. എൻ്റെ ഒരു സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിന് ഇത്രയും വലിയൊരു ബാഗല്ല, മീഡിയം സൈസ് ബാഗാണ് നോക്കുന്നത്. ഇതാണ്ട് ഈ വൈറ്റൊക്കെ കണ്ടില്ലേ അവിടെ ഇരിക്കുന്നത്.
ചെറിയ ചെറിയ ബാഗുകൾ, മീഡിയം സൈസ് ബാഗ് ഞാൻ നോക്കുന്നത് ഏതാണ്ട് ഇതൊക്കെ ഓക്കെയാണ്. ബട്ട് അതിന് വലിയൊരു ലുക്സ് തോന്നിയില്ല. ഏതാണ്ട് ഈ ബാഗിനൊക്കെ നല്ല വെയിറ്റ് ഫീൽ ചെയ്തു. അതെ, ഇതും ഓക്കെ ആയിരുന്നു, ആ പൗച്ച് ടൈപ്പ്. ഇപ്പോൾ അതെ, ഈ പൗച്ച് ടൈപ്പ് നോക്കി, പക്ഷേ അതിൻ്റെ വലിയ കളക്ഷനില്ല. 2-3 ഈ പൗച്ച് ടൈപ്പിൻ്റെ 2-3 ഒരു ഇത് മാത്രമേ അവിടെ കാണിച്ചുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഈ ബ്ലാക്കും നല്ലതായിരുന്നു. എനിക്കുള്ളതിൽ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതാണ്ട് ഈ ഒരു സെറ്റ്, ഈ ഒരു പാറ്റേൺ ബാഗാണ്. അതിൽ അതിൻ്റെ റേറ്റും 8 or 9 റിയാൽസ് എന്നാണ് തോന്നുന്നു. ആഫ്റ്റർ ഇത് റിഡക്ഷൻ ഇതാണ് 8 or 9 റിയാൽസ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇതാണ് എനിക്ക് ആ 3 അതിൻ്റെ ആ സെയിം മോഡൽ 3 കളേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ പിങ്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ബാക്കിലിരിക്കുന്ന പിങ്ക്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റും നല്ലതായിരുന്നു. ഇവിടുത്തെ വൈറ്റ് പിന്നെ ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഒത്തിരി റെഫ്യൂസിന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കളർ ഫെയ്ഡൊന്നും വരില്ല. ആ വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ ഇഷ്ടപ്പെട്ടത് 2 കാരണം. ഒരുപാട് ബാഗ് ഇഷ്ടപ്പെട്ടു പക്ഷേ റേഞ്ച് ബാക്കിയുള്ള ബാഗ്സിന് ഒത്തിരി കൂടുതലായിട്ട്, റേറ്റ് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. എൻ്റെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്നതിൽ ഈ കാണിക്കുന്നതൊക്കെയാണ്. പിങ്ക് കാണിച്ചത്, വൈറ്റ്, അതിനിടയ്ക്ക് നന്ദ ഒരു ഹെഡ്സെറ്റും ഒരു സ്മാർട്ട് വാച്ചൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബാഗ്, ഈ ബ്ലാക്ക് ബാഗ്, ഇത് എനിക്കിഷ്ടമായി. ഇതെല്ലാം ഒരു 7 to 12 റിയാൽസിൻ്റെ ഇടയ്ക്കുള്ള ബാഗാണ്. ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്തത് ആ വൈറ്റും ഈ പിങ്കും. നിങ്ങളുടെ ചോയ്സുള്ള ബാഗ് ഏതാണ്? ഞാനിപ്പോൾ കുറേ കാണിച്ചു. ഐ പ്രിഫർ ദിസ് വൺ. അടുത്തത് എനിക്ക് കണ്ടിട്ട് ഒക്കെ ആയിട്ട് തോന്നിയത് ആ കളർ വൈസൊക്കെ, ബട്ട് അതിൻ്റെ ബോഡി എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് സംശയം തോന്നി. എന്നാലും നല്ലതായിട്ട് ഫീൽ ചെയ്തു. ബട്ട് ഇത് തീരെ ചെറുതായിപ്പോയി. കണ്ടോ, ഈ ബാഗ്സ് മറ്റേ മാക്സിലും ഉണ്ടായിരുന്നത് തീരെ ചെറുതായിപ്പോയി തൊട്ട് മുന്നേ കാണിച്ചത്. പിന്നെ കുറച്ചുകൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്തൊരു സെറ്റ് കണ്ടത്. അതിൽ ഈ ഗ്രീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രീന് ആദ്യം കാണിച്ച ആ വൈറ്റ്, ദെൻ ആ പിങ്ക് കളർ ബാഗ്, മെറൂൺ, ഈ ഗ്രീൻ, ഇത്രയുമൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ചോയ്സായിട്ട് എൻ്റെ ബഡ്ജറ്റിലും എൻ്റെ ടേസ്റ്റിലും എൻ്റെ ആവശ്യത്തിന് മീഡിയം സൈസ് ബാഗിൽ എനിക്ക് പ്രിഫറബിളായിട്ട് തോന്നിയത്. ബാക്കി വലിയ ബാഗ്സിനെല്ലാം വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അതിൻ്റെ റേറ്റും കൂടുതലുമാണ്. പല റേറ്റിലുള്ളതുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഷൂസിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഷൂസിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ പോയില്ല, ഞാൻ ബാഗിൽ തന്നെ സ്റ്റക്ക് ചെയ്തു. ബാഗിൻ്റെ ഒരു റേറ്റും റേഞ്ചും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നോക്കലായിരുന്നു ഇന്നെൻ്റെ പ്രധാന പരിപാടി. അതിൻ്റെ ഷൂസ് കാണിച്ചു. അത് 8, 9, 10, 12 ഈ ഒരു റേഞ്ചിലുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്ന ഷൂസെല്ലാം. എൻ്റെ ബാഗ് ഉണ്ടോ, വീണ്ടും വൈറ്റിലേക്ക്. ആ വൈറ്റിനൊക്കെ റേറ്റ് കൂടുതലാണ്, അത്രയും തന്നെ സൈസും കുറവാണ്. ഒരു പാർട്ടിക്കൊക്കെ പോകാൻ ഉദ്ദേശിച്ച് ചെല്ലുന്നവർക്ക് താണ്ടെ സിൽവർ കളർ സ്റ്റോണൊക്കെ ഇല്ലാതെ അത് നമുക്ക് റഫ്യൂസിനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ബാഗും ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. നാട്ടിൽ അത് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആവും ആ പ്രിൻറ്റഡ് ബാഗ്സൊക്കെ. അതിനിടയ്ക്ക് നന്ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ അവളുടെ സൈസിന് നോക്കുകയാണേ. ഞാൻ ആ സമയത്ത് വന്നിട്ട് ഷൂസ് കൂടെ ഒന്ന് നോക്കാം. അപ്പം ഞാനതിലൊരു ബാഗ് സെലക്ട് ചെയ്തു. ഞാൻ ഏത് ബാഗായിരിക്കും സെലക്ട് ചെയ്തത്, നിങ്ങൾ ഏത് പ്രിഫർ ചെയ്യുന്നു? ഞാനൊരെണ്ണം സെലക്ട് ചെയ്തു, ഞാനത് വാങ്ങി. ഈ 4 മെറൂൺ, വൈറ്റ്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്, ഇത്രയുമാണ് ഞാൻ കാണിച്ചത്. എൻ്റെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ ബാഗ്സ് ചെറുതുണ്ട്, നല്ല ബാഗുകളാട്ടോ. 11-12 റിയാൽസാണ്. അതുകൊണ്ട് ഈ ബാഗ്, മിസ്സിയുടെ ബാഗ്, നല്ല പ്രിൻറ്റും അതിൻ്റെ ഇത് മെറ്റീരിയലും ഒക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ കണ്ടിട്ടുള്ള ബാഗാണ് അത്.
അത് കഴിഞ്ഞ് ബില്ലിങ്ങിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് കിഡ്സ് സെക്ഷൻ വീണ്ടും സെൻട്രൽ പോയിന്റിലെ കിഡ്സ് സെക്ഷൻ വന്നിരിക്കുകയാണ് ഗേൾസിൻ്റെ. അതുകൊണ്ട് ഈ സോഫ്റ്റ് ടോയ് കാണിച്ചിട്ട് ബ്ലാക്ക് പിങ്ക്, നമ്മുടെ BTS എന്നോ ബ്ലാക്ക് പിങ്ക് എന്നൊക്കെ നന്ദ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇത് BTSൻ്റെയാണ് കേട്ടോ, ബ്ലാക്ക് പിങ്കിൻ്റെയാണ് കേട്ടോ എന്ന് ഏതാണ്ടൊന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ കുറേ ടോയ്സ് ഉണ്ട്. ആ ടോയ്സ് നമ്മൾ മുമ്പൊരു ബോർഡേഴ്സിൻ്റെ അവിടെ വേറൊരു ഷോപ്പിൻ്റെ ഇട്ടിരുന്നു. അവിടെ ഭയങ്കര റേറ്റാണ്. ഇവിടെ പക്ഷേ അത്ര റേറ്റ് കമ്പനി വ്യത്യാസം ഉണ്ടാവും. ബട്ട് ക്വാളിറ്റി ഇവരുടേത് നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ ഈ ഇടയ്ക്ക് 1-2 ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തതിൽ വളരെ സാറ്റിസ്ഫൈഡായി. ഇതിപ്പം ഓഫറിൽ കിടക്കുന്നത് കൊണ്ട് 11-12 ഉള്ളൂ. നമ്മൾ മുമ്പൊരു ഷോപ്പിൽ കണ്ടിരുന്നു, ഭയങ്കര റേറ്റാണ്. ഇതുമൊക്കെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. ഞാനൊന്നും വാങ്ങിച്ചില്ല, ആണേ അത് താഴെയിലിട്ടു. എന്തൊക്കെയാ അതിനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു, വേണം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എൻ്റെ മറുപടി ഇത്ര മാത്രം. ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. നന്ദയുടെ ഹാഫോളം ഉണ്ട് കേട്ടോ ആ പാവ. അത് സോഫ്റ്റ് ടോയ് ആണ്. അത് നല്ല ലോങ് ലാസ്റ്റിങ്ങും ഒക്കെ ആയിരിക്കും. അതിൻ്റെ റേറ്റൊക്കെ ആൾ നോക്കുന്നുണ്ട്. 11-12 റിയാൽസ്, അങ്ങനെ 10-15 ഇതിനിടയ്ക്കാണ് അതിൻ്റെ പ്രൈസ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ നോക്കിക്കേ. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിലോട്ട് ഞാൻ പോവുകയാണ്. ഇത് ബില്ലിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് മാസ്ക്, പിന്നെ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ ഒരു കളക്ഷൻ. ഞാൻ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം അപ്രോക്സിമേറ്റ്ലി നടന്നു. എല്ലാം ഒന്നും നോക്കാൻ പറ്റിയില്ലെങ്കിലും ബാഗിൻ്റെ കളക്ഷൻസിൽ നല്ല കളക്ഷനാണെങ്കിൽ ഒരെണ്ണം നോക്കണം എന്ന് വിചാരിച്ചാണ് വന്നത്. അത് നടന്നു. ഞങ്ങളിത് വെളിയിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. നിയർലി 2:33 ആയി. ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ കയറുകയാണ്. അൽഖ്വാർ തന്നെ, നിങ്ങൾക്ക് അറിയുന്ന ഷോപ്പായിരിക്കും. ഇവരുടെ സീബിൻ്റെ, ഞാൻ ഷോപ്പിൻ്റെ പേര് പറയുന്നില്ല, എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ ഊഹിച്ചോളൂ. ഇവരുടെ തന്നെ സീബിൻ്റെ ബ്രാഞ്ചിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാനല്ല, ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് പോയിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ആ ബട്ടിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല. സീബ് ബ്രാഞ്ചിൽ നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. എന്നാണ്ടേ നമ്മുടെ ഐറ്റംസ് സെലക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. നല്ല നല്ല സെർവിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അവരുടെ. അതാണ്ട് നമ്മൾ പറഞ്ഞതുണ്ട് ഹക്ക നൂഡിൽസ്, ഹക്ക മിക്സഡ് നൂഡിൽസ്, സ്റ്റാർട്ടറായിട്ട് ഡ്രാഗൺ ചിക്കൻ, ദെൻ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ്. അത് ഹാഫ് പോർഷനാക്കി എടുത്തു. നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഷോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഇവരുടെ തന്നെ സീബിൻ്റെ ബ്രാഞ്ചിൽ ഞാനൊന്ന് മടിച്ചാണ് പോയത് ഇവിടെ. ഇവിടുത്തെ സർവീസൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഡൗട്ടായിട്ട്. ബട്ട് നല്ലതായിരുന്നു. അവരുടെ സീബ് ബ്രാഞ്ചിൽ പോയിട്ട് ഏതാണ്ട് പ്രാങ്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. ഞാനും കൊളീഗ്സും കൂടെ പോയത്. പ്രാങ്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ പറ്റിക്കുന്നതോ പോലെയായിരുന്നു അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ്. ബട്ട് ഇവിടെ നല്ലതായിരുന്നു. ഫുഡാണെന്നുണ്ടെങ്കിലും, സർവീസ് ആണെങ്കിലും, സെർവിങ് ആണെങ്കിലും, ഫെസിലിറ്റീസ് ആണെങ്കിലും, ആംബിയൻസ് ആണെങ്കിലും ഉണ്ട്. നമ്മൾ പലയിടത്തുനിന്ന് സൂപ്പ് കഴിക്കുമ്പോഴത്തേക്ക് വ്യത്യാസം മനസ്സിലായി. ഞാൻ സൂപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അടുത്ത് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ആൻഡ് ഹക്ക നൂഡിൽസ് ഒറ്റ ഡിഷേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒറ്റ ഡിഷ് മീൻസ് മെയിൻ ആൻഡ് സൈഡ്. ഇത് നമ്മുടെ സൂപ്പും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫില്ലാവും. അങ്ങനെ ഞാനതെടുത്തു. നല്ല ക്വാളിറ്റി ആൻഡ് നല്ല ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണാമല്ലോ. കഴിക്കാൻ ടേസ്റ്റ് നല്ലതായിരുന്നു. നന്ദ എപ്പോഴും സൂപ്പിൽ തന്നെ ഇരിക്കുക. ചൂട്. അവൾ സോസൊക്കെ യൂസ് ചെയ്യും കേട്ടോ സൂപ്പിനകത്ത്. ഞാൻ പെപ്പർ മാത്രം ജസ്റ്റ് ആഡ് ചെയ്തു. ഞാൻ ഫുഡ് കഴിച്ചു തുടങ്ങി. ഞങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി.
ആക്ച്വലി ആ ഡ്രാഗൺ ചിക്കൻ നമ്മൾ 3 പേരൊക്കെ വരികയാണെങ്കിൽ ഒരു പ്ലേറ്റ് മതിയായിരിക്കും എന്ന് വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഫുഡ് അടിച്ച് നൂഡിൽസ്. ദെൻ ഒരു ഫലൂഡ പറയണോ വേണ്ടേന്നൊക്കെ ഞാൻ പായസം അന്വേഷിച്ചു. ഇളനീർ പായസം അവരുടെ മെനുവിൽ കണ്ട് ചോദിച്ചു ഫൈനൽ ഡെസേർട്ടായിട്ട്. പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അതിന് പകരം ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമാണ് ബ്ലൂ ലഗൂൺ. എൻ്റെ ലെമണേഡ് ബഞ്ചിൻ്റെ ഞാൻ 2 ദിവസം മുന്നേ ഓറഞ്ച് ലെമണേഡ് പഞ്ച് ചെയ്തതിൻ്റെ ഒരു ബ്രദർ സിസ്റ്ററൊക്കെ ആയിട്ട് ഇത് വരും. എന്തായാലും നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ. ബ്ലൂ കളർ ഒരു മൊജിറ്റോ എന്ന് പറയാൻ പറ്റും, കോക്ടെയിലോ മൊക്ടെയിലോ ഒക്കെ ആയിട്ട് നമുക്കിതിനെ ഉൾപ്പെടുത്താം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 3:30 കുറഞ്ഞിട്ടുണ്ട് മീൻസ് കമ്പയറിങ് 3:30 ഒക്കെ ആയി. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് എവരിബഡി. താങ്ക് യു.